Hello, hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെർബ് എന്നുള്ളൊരു വലിയ ചാപ്റ്ററാണ് അല്ലേ. നമ്മൾ ആ വെർബ് എന്നുള്ള ചാപ്റ്ററിന് നമ്മൾ 4 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിൽ 3 പാർട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മുടെ ചാനൽ റെഗുലറായി ഫോളോ ചെയ്യണവരാണെങ്കിൽ അറിയാം ഏതൊക്കെയാണ് ഈ പാർട്സ് എന്നൊക്കെ. നമ്മുടെ ചാനലിൽ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ യെസ്, ഇതിന് മുമ്പ് വെർബ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ പാർട്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെർബിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4th പാർട്ടാണ് ടെൻസസ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ടെൻസസ് ആണ്. നമ്മൾ പറഞ്ഞു ടെൻസസ് എന്നുള്ളതൊരു വലിയ വാസ്റ്റായ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്കത് സെപ്പറേറ്റ് സെഷനായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഈ ഒരു സെഷൻ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മെൻ ഫോർ ടെൻസസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ. ലെറ്റ് സ്റ്റാർട്ട് ടെൻസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വെർബിൻ്റെ സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 4th പാർട്ടാണ് ടെൻസസ്. നമ്മുടെ എന്താ പറയുക, ബാങ്ക് എക്സാമിനേഷനിൽ നമുക്കറിയാം പാർട്ട് ഓഫ് സ്പീച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അല്ലേ. 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് നമുക്കുള്ളത്. എന്താ പറയുക, വെർബ് ഉണ്ട്, നമുക്ക് നൗൺ ഉണ്ട്, പ്രൊനൗൺസ് ഉണ്ട്, ആഡ്വർബ് ആഡ്ജക്റ്റീവ് ഉണ്ട്, വെർബ് ഉണ്ട്, പിന്നെ എന്താ പറയാം പ്രിപ്പോസിഷൻ ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ 5 ടോപ്പിക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ആഡ്വർബാണ്, ഒന്ന് ആഡ്ജക്റ്റീവാണ്, ഒന്ന് വെർബിൽ വരുന്ന 2 ടോപ്പിക്കായ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ടെൻസസും, പിന്നെ 5ാമത്തതാണ് പ്രിപ്പോസിഷൻ. അതിൽ നമ്മൾ 3 ഈ 5 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ നമ്മൾ 3 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതാണ് ടെൻസസും പ്രിപ്പോസിഷനും. പ്രിപ്പോസിഷൻ യെസ്, അത് വേറൊരു പാർട്ട് ഓഫ് സ്പീച്ചാണ്. അപ്പോൾ ടെൻസസ് എന്ന് പറയുന്നത് ബാങ്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം എന്താണ് ടെൻസസ്. അപ്പോൾ എന്താണ് ടെൻസസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ യൂസേജ് എന്താണ് ടെൻസസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ യൂസേജ്. നമുക്കറിയാം ഒരു ലാംഗ്വേജ്, നമ്മൾ ജനറലി നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ലാംഗ്വേജിൻ്റെ ആവശ്യം എന്താണ്, നമ്മൾ പറയണ കാര്യം അതേ സെൻസിൽ കേൾക്കണ ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്, നമ്മുടെ ഈ ലാംഗ്വേജ്. അത് ഏത് ലാംഗ്വേജ് ആയാലും അല്ലേ. അപ്പം ഞാൻ ഒരാളോട് ഞാൻ ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യണ ഒരു കാര്യം ഒരാളോട് ഞാൻ ഷെയർ ചെയ്യണ സമയത്ത് ഈ കാര്യം അല്ലെങ്കിൽ ഈ സംഭവം ഇപ്പം നടന്നുകൊണ്ടിരിക്കണതാണോ അല്ലെങ്കിൽ അത് ഭാവിയിൽ നടക്കാൻ പോണ ഒരു കാര്യമാണോ, അതുമല്ല അത് നേരത്തെ നടന്ന് കഴിഞ്ഞ ഒരു കാര്യമാണോ എന്ന് കേൾക്കണ ആൾക്ക് മനസ്സിലാവണം അല്ല. ഇപ്പം ഞാനൊരു കാര്യം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം ഞാൻ ഡൽഹിക്ക് പോവുകയാണ്. ഓക്കെ, എൻ്റെ ആക്ഷൻ എന്ന് പറയണത് ഗോയിങ് ടു ഡൽഹിയാണ്. എൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഡൽഹിക്ക് പോവുകയാണ്, ഗോയിങ് ടു ഡൽഹി. അപ്പം ഞാൻ ഒരാളോട് ഇങ്ങനെ ഡൽഹിക്ക് പോകണ ഈ കാര്യം പറയുമ്പം ഞാൻ നേരത്തെ പോയി എന്നാണോ ഞാൻ പറയാൻ ഉദ്ദേശിക്കണേ, അതോ ഞാൻ ഇന്നിപ്പോൾ പൊക്കോണ്ടിരിക്കുവാണ്, ഇപ്പോൾ പ്രസൻറ്റിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക എന്നാണോ പറയാൻ ഉദ്ദേശിക്കണേ, അതോ ഞാൻ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നതാണോ ഞാൻ പറയാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത് കേൾക്കണ ആൾക്ക് ആ ഒരു ടൈം, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഏത് സമയത്താണ് ആ കാര്യം നടക്കണേ, അത് നടന്ന് കഴിഞ്ഞ കാര്യമാണോ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കണ കാര്യമാണോ അല്ലെങ്കിൽ അത് ഭാവിയിൽ നടക്കാൻ പോണ കാര്യമാണോ എന്ന് കേൾക്കണ ആൾക്ക് മനസ്സിലാവണം അല്ലേ. യെസ്, ആ പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ടെൻസസ്. അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ അതാണ് ആക്ച്വലി നമ്മൾ പഠിക്കാൻ പോണത്, ടെൻസസിൽ പഠിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് മലയാളത്തിലും ഉണ്ടല്ലേ, ഇപ്പം ഞാനൊരു സിനിമയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താണ്, അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് അറ്റ് പ്രസൻറ്റ് നടക്കണ ഒരു കാര്യമാണ്. നാളെ ഞാനൊരു സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫ്യൂച്ചറിൽ നടക്കണ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക എന്നുള്ളതാണ് ആക്ഷൻ. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ആക്ഷൻ. അപ്പോൾ സിനിമയ്ക്ക് പോവുക എന്നുള്ള ആ ആക്ഷൻ സമയത്തിനനുസരിച്ച് ഇന്നലെ ആയിക്കഴിഞ്ഞപ്പം പോവുക എന്നുള്ള ആക്ഷൻ വേർഡിൻ്റെ ഫോം മാറി, പോയി എന്നായി അല്ലേ. ഇനി ഇന്ന് പൊക്കോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പോവുക എന്നുള്ള ആക്ഷൻ വേർഡിൻ്റെ ഫോം മാറി പൊക്കോണ്ടിരിക്കുക എന്നായി. നാളെ പോവും എന്ന് പറയുമ്പോൾ എന്തായി, പിന്നെയും ആക്ഷൻ വേർഡായ പോവുക എന്നുള്ളതിൻ്റെ ഫോം മാറി
പോവും എന്നായി. അതേപോലെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആക്ഷൻ വേർഡ്സിന്, നമുക്കറിയാം ആക്ഷൻ വേർഡ്സ് എന്താണ്, വെർബാണ്. ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബിനെ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. വെർബിനെ പല ഫോംസിലും, ജനറലി ബേസിക്കലി വെർബിന് 4 ഫോംസ് ഉണ്ട്. ആ ഫോംസിനെ കുറിച്ചല്ല ഞാനിവിടെ പറയണേ. ആ ഫോമും കൂടെ, അതായത് എന്താ പറയുക, ആ ഫോമിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി വെർബിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തും. വെർബിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ വെർബിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ അതാണ് വെർബിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഓരോരോ സമയം കഴിഞ്ഞു പോയ കാര്യമാണോ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യം. ഈ കഴിഞ്ഞു പോയ കാര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട് അല്ലേ? അതേപോലെ ഇപ്പം നടക്കുന്ന കാര്യത്തിലും നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട്. അതേപോലെ ഭാവിയിൽ നടക്കാൻ പോണ കാര്യത്തിലും നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻസ് തരാം, ആക്ഷൻ്റെ സമയം അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ്റെ സെൻസ് എന്താണെന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ടൈമിനെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാസ്റ്റ് ആണ്. നമുക്കറിയാം ടൈമിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പാസ്റ്റ് ആണ്, ഒന്ന് പ്രസൻറ്റ് ആണ്, ഒന്ന് ഫ്യൂച്ചറാണ്. ഒന്ന് പാസ്റ്റ് ആണ്, ഒന്ന് പ്രസൻറ്റ് ആണ്, ഒന്ന് ഫ്യൂച്ചർ. അപ്പോൾ ഈ ടെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ടൈം ഓഫ് ആക്ഷൻ ആണ്. ടൈം ഓഫ് ആൻ ആക്ഷൻ ഓർ സിറ്റുവേഷൻ. ആക്ഷൻ ഓർ സിറ്റുവേഷൻ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് നമ്മൾ പറയണം. അപ്പം അതിനർത്ഥം എന്താണ്? കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇപ്പം ഇവിടെ നല്ല മഴയാന്ന് പറയുമ്പോൾ എന്താണ്? അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നാളെ ഇവിടെ നല്ല മഴയായിരിക്കും എന്ന് പറയുമ്പോൾ അതിനി നടക്കാൻ പോണ ഒരു കാര്യമാണ്. അപ്പോൾ ടൈം ഓഫ് ആൻ ആക്ഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ആണ്. അതാണ് നമ്മുടെ ടെൻസസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെ ആവശ്യം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ടൈമിനെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയതാണ്. പ്രസൻറ്റ് ഉണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫ്യൂച്ചർ എന്ന് പറയുമ്പം ഭാവിയാണ്. അപ്പോൾ ഈ 3 ടെൻസിലും നമുക്ക് 4 കേസസ് ഉണ്ട്. നമുക്ക് ടെൻസസിനെ നമുക്ക് 3 ബ്രോഡ്ലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓരോ ടെൻസിലും നമുക്ക് 4 കേസ് ഉണ്ട്. ആദ്യത്തെ കേസാണ് സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസ്. സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ടെൻസ്. അതേപോലെ രണ്ടാമത്തതാണ് കോണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ടെൻസ്. കോണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ടെൻസ്. മൂന്നാമത്തെ കേസാണ് പെർഫെക്റ്റ് ടെൻസ്. 4ാമത്തെ കേസാണ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഈ ഓരോ കേസിലും പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ, ഈ ഓരോരോ ടെൻസിലും അല്ലെങ്കിൽ ഈ ഓരോരോ ടൈമിലും നമുക്ക് എന്തുണ്ട്? 4 കേസ് ഉണ്ട്. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതേപോലെ എന്താണ് പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്, പിന്നെന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതേപോലെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചറും അതേപോലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കോണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഓരോ കേസിലും, അതായത് ഓരോ സമയത്തും കഴിഞ്ഞു പോയതിലും നമുക്ക് 4 കേസ് ഉണ്ട്, പ്രസൻറ്റിൽ നടക്കുന്നതിലും നമുക്ക് 4 കേസ് ഉണ്ട്, ഫ്യൂച്ചറിൽ നടക്കുന്നതിലും നമുക്ക് 4 കേസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോരോ കേസും നമ്മൾ ഓരോരോ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണത്? ആ ഓരോരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് ഏത് സമയത്താണ് നടന്നത്, അതിൻ്റെ സെൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയണ ആൾക്ക് അല്ലെങ്കിൽ കേൾക്കണ ആൾക്ക് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പല ടെൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ ടെൻസിലും നമുക്ക് ഏത് കാര്യത്തിലാണ് മാറ്റം വരുന്നത്? വെർബിൻ്റെ ഫോമിലാണ് മാറ്റം വരുന്നത്. ഒരു ഇതിൽ നമ്മൾ ചിലപ്പം ആ പ്രസൻറ്റ് ടെൻസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുമായിരിക്കും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ അതിൻ്റെ കൂടെ വില്ല് യൂസ് ചെയ്യും. ചില സിറ്റുവേഷൻസിൽ നമ്മൾ V4 ആയിരിക്കും യൂസ് ചെയ്യണത്. ചില ടെൻസിൽ നമ്മൾ V3യും അതേപോലെ ഹാസ് അല്ലെങ്കിൽ ഹാഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ ഓരോരോ ടെൻസിനനുസരിച്ച് വെർബിൻ്റെ ഫോർമാറ്റിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് ടെൻസസ്. അപ്പോൾ നമുക്ക് ഓരോരോ ടെൻസസ് ആയിട്ട് നമുക്ക് നോക്കാം. പല ടെൻസസും നമ്മൾ പല കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, ആ ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ആക്ഷൻ എന്താണ്, ഈ ഒരു ആക്ഷൻ നടന്ന സമയം എന്താണ്, അതിൻ്റെ സെൻസ് എന്താണെന്നുള്ളൊരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലി എന്ത് യൂസ് ചെയ്യണേ? ടെൻസസ് നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ടെൻസ് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകണം, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്
പ്രസന്റ് ടെൻസിൽ നിന്നാണ്. യെസ്, അപ്പോൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണേ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഓരോരോ ടെൻസിലും 4 കേസ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രസന്റ് ടെൻസിൽ തന്നെ അല്ലെങ്കിൽ പ്രസന്റിൽ തന്നെ ഉള്ള ഫസ്റ്റ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ഇൻഡെഫിനിറ്റ് സെൻസ്, പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്, രണ്ടും സെയിം ടെൻസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ സെഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു ടെൻസസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം ഏത് പാർട്ട് ഓഫ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? എക്സ്ക്ലൂസീവ്ലി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വെർബ്. വെർബിനെ നമ്മൾ പല ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം എന്തായി? നമ്മുടെ ടെൻസസ് ആയി. യെസ്, അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് ആ ഒരു സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വെർബിനെ നമ്മൾ ഏത് ഫോമിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യണേന്ന് നോക്കാം. നോക്കിക്കോളൂ, ഒരു സെൻറ്റൻസിൽ നമുക്ക് എന്തുണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും. നിങ്ങൾക്കൊരു കാര്യം, അതായത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണ ആ ഒരു കാര്യം നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണ് നിങ്ങൾക്ക് പറയേണ്ടത്. ആസ് പെർ ദ സിറ്റുവേഷൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഈ ഒരു ടെൻസിലാണ് നിങ്ങൾ പറയേണ്ടതെങ്കിൽ നോക്കിക്കോളൂ. നമ്മളതിൻ്റെ ഒരു ഫോർമാറ്റ്, നമുക്ക് സബ്ജക്റ്റ് ഉണ്ടാവും, അതിനുശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക, പിന്നെ നമുക്ക് എന്തുണ്ടാവും? ഒബ്ജക്റ്റ് ഉണ്ടാവും. ഈ വെർബിൻ്റെ ഫസ്റ്റ് ഫോം നമുക്കറിയാം, ഇതിന് 2 കേസ് ഉണ്ട് അല്ലേ. ഒന്ന് സിംഗുലർ ആണ്, ഒന്ന് പ്ലൂറലാണ്. നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജക്റ്റിനും എന്തുണ്ട്? 2 കേസ് ഉണ്ട്. സബ്ജക്റ്റിനും സിംഗുലർ പ്ലൂറലിന് 2 കേസ് ഉണ്ട്. നിങ്ങൾക്ക് പറയേണ്ട സെൻറ്റൻസ്, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ പറയേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. സബ്ജക്റ്റ് ഉണ്ടാവും, വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യണത്, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കും? വെർബ് സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം സിംഗുലർ ഫോം നമ്മൾ യൂസ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലൂറൽ ഫോം യൂസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദേ ഗോ ടു മാർക്കറ്റ് ഡെയിലി. ദേ ഗോ ടു മാർക്കറ്റ് ഡെയിലി. അവർ മാർക്കറ്റിൽ പോകും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ് മാത്രം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. യെസ്, അപ്പോൾ ഞാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഈ സെൻറ്റൻസ് പറയാൻ ഉദ്ദേശിക്കണേ. എൻ്റെ സബ്ജക്റ്റ് എന്താണ്? ദേ ആണ്. ഈ സെൻറ്റൻസിൽ എൻ്റെ സബ്ജക്റ്റ് ദേ ആണ്, ഗോ ആണ് എൻ്റെ വെർബ്. ബാക്കിയുള്ളത് നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഗോ ടു മാർക്കറ്റ് ഡെയിലി. യെസ്, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ദേ ആണ്, വെർബ് ഇത് വെർബാണ്. ഓക്കെ, വെർബ് എന്താണ്? ഗോയാണ്. നമ്മൾ പറഞ്ഞു ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഞാനിവിടെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമായ ഗോ യൂസ് ചെയ്തു. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഗോയുടെ പ്ലൂറൽ ഫോം തന്നെ ഞാൻ യൂസ് ചെയ്തു. ഇനി നമുക്കൊരു സിംഗുലർ വെർബ് നോക്കാം. ഷീ ഗോസ് ടു മാർക്കറ്റ് ഡെയിലി. ഷീ ഗോസ് ടു മാർക്കറ്റ് ഡെയിലി. ഈ സിറ്റുവേഷനിലും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഷീ എന്താണ്? സബ്ജക്റ്റ് ആണ്. ഗോസ് ആണ് എൻ്റെ വെർബ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ വെർബിൻ്റെ ഫസ്റ്റ് ഫോം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ വെർബിൽ പുതിയതായിട്ട് ആഡ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യോ ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ആ വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ഓർക്കാനുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൻ്റെ സിംഗുലർ നമ്മൾ യൂസ് ചെയ്യും. എന്താണ്? ഗോസ് ആണ്. മനസ്സിലായല്ലോ? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസിൽ
നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നിങ്ങൾ പറയേണ്ടതെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ആ സെൻറ്റൻസ്, ഇതാണ് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ വെർബിൻ്റെ ഫോർമാറ്റ് എന്ന് പറയണത് ഇതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് പറയണേ, ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഇതിലുള്ള വെർബ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെന്ന് നമ്മൾ പറയണം. ഇനി അപ്പോൾ നമ്മളിനി ഏതൊക്കെ കേസസിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഹാബിച്വൽ ആക്ഷൻ. ഫസ്റ്റ് കേസാണ് ഹാബിച്വൽ ആക്ഷൻ. എന്താണ് ഹാബിച്വൽ ആക്ഷൻ? അപ്പോൾ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശീലമാണല്ലേ. ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് ഹിസ് ഹാബിറ്റ്. ഇറ്റ്സ് ഹിസ് ഹാബിറ്റ് ടു വേക്കപ്പ് ഡെയിലി അറ്റ് 6 o'clock. 6 മണിക്ക് എണീക്കുക എന്നുള്ളത് അത് അവൻ്റെ ഒരു ശീലമാണ് അല്ലേ. യെസ്. അപ്പോൾ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ റെഗുലറായിട്ട് ചെയ്യണ കാര്യം അല്ലേ. അത് ഞാൻ അങ്ങനെ ശീലിച്ചു പോയി എന്ന് പറയുമ്പോൾ ഞാൻ റെഗുലറായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം റെഗുലറായി നടക്കണ ഒരു കാര്യമാണ്. ഒരു കാര്യം റെഗുലറായിട്ട് നടക്കണ ഒരു കാര്യം, ഒരു റെഗുലർ ആക്ഷൻ. അതോ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കണ ആക്ഷൻ. റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കണ ആക്ഷൻ. സേ ഫോർ എക്സാമ്പിൾ every 3 days we meet at the park അല്ലേ. every 3 days yes, once in every 3 days we meet at the park. പാർക്കിൽ 3 ദിവസം കൂടുമ്പം ഒരിക്കൽ ഞങ്ങൾ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കണ കാര്യമാണ്. ഓൾട്ടർനേറ്റീവ് മന്ത്സ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, എവറി ജാനുവരി വി ഓഫർ സം കൺസെഷൻസ് ടു ദി എംപ്ലോയീസ്. എല്ലാ ജാനുവരിയിലും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ എംപ്ലോയീസിന് ചില കൺസെഷൻസ് കൊടുക്കാറുണ്ട്. എവറി ന്യൂ ഇയർ വി സെലിബ്രേറ്റ് ഗ്രാൻഡ്ലി അല്ലേ. എല്ലാ ന്യൂ ഇയറിലും ഞങ്ങളത് ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കണ കാര്യം അല്ലെങ്കിൽ ഒരു റെഗുലറായ ഒരു ആക്ഷൻ, ഡെയിലി നടക്കണ കാര്യം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ നടക്കണ കാര്യം, അങ്ങനെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം റെഗുലറായിട്ട് അങ്ങനെയാണ്. ഡെയിലി ഐ വേക്കപ്പ് അറ്റ് 6 o'clock in the morning. എന്നും ഞാൻ 6 മണിക്ക് എണീക്കും. അപ്പോൾ അതൊരു ഹാബിച്വൽ ആക്ഷനാണ്. റെഗുലറായിട്ട് ഞാൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കണ കാര്യങ്ങളാണ് നമ്മൾ ഏത് ടെൻസിൽ പറയണത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം. ഡെയിലി ഐ ഗോ ഫോർ വാക്കിംഗ്. ഡെയിലി ഐ ഗോ ഫോർ വാക്കിംഗ്. ഇവിടെ വാക്ക് എന്ന് പറയുന്നത് കാര്യം വെർബാണ്. വാക്കിംഗ് എന്ന് പറയുന്നത് വെർബിൻ്റെ കോണ്ടിന്യൂസ് ടെൻസിലുള്ള ഫോമാണ് അല്ലേ. 4th ഫോമാണ്, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. പക്ഷെ നമ്മളിവിടെ വാക്കിംഗ് യൂസ് ചെയ്തേക്കുന്നത് നൗൺ ആയിട്ടാണ്. ഇത് ജെറൻഡ് ആണ്. നമുക്കറിയാം ആക്ഷനിലെ ഒരു ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റീനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണം? നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി ഓഫ് വെർബിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ജെറൻഡ് എന്ന്. വെർബിനെ നൗണായി യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ജെറൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വാക്കിംഗ് വെർബല്ല, ജെറൻഡ് ആണ്. ഓക്കെ. അപ്പോൾ ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. ഞാനിവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഞാൻ പറയണത്. കാരണം ഇത് റെഗുലർ ആക്ഷനാണ്. ഡെയിലി ഞാൻ നടക്കാൻ പോവാറുണ്ട്. പോവുക എന്നുള്ളതാണ് എൻ്റെ വെർബ്. ഐ പ്ലൂറലാണ്. ഐയുടെ കൂടെ പ്ലൂറൽ വെർബാണ് വരേണ്ടത്. ഞാൻ അതുകൊണ്ട് എന്ത് യൂസ് ചെയ്തു? ഗോ യൂസ് ചെയ്തു. എവറി മൺഡേ മൈ മോം goes to temple. every Monday my mom goes to temple. എല്ലാ തിങ്കളാഴ്ചയും എന്താണ്? എൻ്റെ അമ്മ ടെമ്പിളിൽ പോകും. ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കുന്നതാണ്. ഈ തിങ്കളാഴ്ച പോയി, അത് കഴിഞ്ഞ് അടുത്ത തിങ്കളാഴ്ച പോവും, പിന്നെ പിറ്റത്തെ തിങ്കളാഴ്ച പോകും. അങ്ങനെ ഒരു റെഗുലർ ഗ്യാപ്പിൽ, റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കണ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കുവാണ് അല്ലെങ്കിൽ റെഗുലറായിട്ട് ആ കാര്യം നടന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ദർ വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. മനസ്സിലായല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. വേറൊരു എക്സാമ്പിൾ പറയുമ്പോൾ I go to gym
I go to gym twice a week. I go to gym twice a week അല്ലേ? ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. I go to gym twice a week. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ ജിമ്മിൽ പോകാറ്. റെഗുലർ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നടക്കുന്ന ആക്ഷൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. ഇനി അപ്പോൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് റെഗുലർ ആക്ഷൻ ആണോ അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കുന്ന ആക്ഷൻ ആണോ എന്നൊക്കെ. ഇപ്പോൾ ഡെയിലി, എവറി ഡേ അല്ലേ, അല്ലെങ്കിൽ എന്താണ് എവറി മന്ത്, ഓർ എൽസ് ഇപ്പോൾ ഡെയിലി എന്നുള്ള അതിൽ ചിലപ്പം ഡെയിലി എന്നുള്ള വേർഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ എവറി ഡേ, എവറി മന്ത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ട്വൈസ്, ത്രൈസ്, 4 ടൈംസ് അല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ 5 ടൈംസ് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ നടക്കുന്ന കാര്യമാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് ഒരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ, യൂണിവേഴ്സൽ ഓർ ജനറൽ ട്രൂത്ത്, അതും അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്റ്റ്, അങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത്, അതും അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ് അല്ലേ, ശാസ്ത്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ലോകം മുഴുവനും നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ജനറലായ കാര്യങ്ങൾ, ജനറൽ ട്രൂത്ത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ, സൺ എപ്പോഴും ഉദിക്കുന്നത് എവിടെയാണ്? ഈസ്റ്റിലാണ്. യെസ്. അപ്പോൾ അങ്ങനെയുള്ള ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius and freezes at 0 degrees Celsius അല്ലേ. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്ത് തുടങ്ങും, 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് ഫ്രീസ് ആയി തുടങ്ങും. ഇതൊക്കെ എന്താണ്? സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ട്രൂത്ത് ആണ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ എഴുതുമ്പം നമുക്ക് എന്ത് പറയാം? Cheetah is the fastest animal. Cheetah is the fastest running animal അല്ലേ. ചീറ്റയാണ് ഏറ്റവും ഫാസ്റ്റായി ഓടണ ഒരു ആനിമൽ. ഇതൊക്കെ എന്താണ്? ജനറൽ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സയൻറ്റിഫിക് ഫാക്ട്സ് ആണ്. ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ദി എർത്ത് ബോത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് and revolves around the sun. Rotates on its axis and revolves around the sun. ഇതൊക്കെ സയൻറ്റിഫിക് ഫാക്ട്സ് ആണ്, അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാറ്? നമ്മൾ യൂസ് ചെയ്യണത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. മനസ്സിലായല്ലോ? യെസ്. ഭയങ്കര ഈസിയാണ് നമ്മുടെ ടെൻസസ്. കാര്യം ഭയങ്കര വാസ്റ്റായ ടോപ്പിക്കാണെങ്കിലും പഠിക്കാൻ ഭയങ്കര രസം, എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. യെസ്. നമുക്ക് മൂന്നാമത്തത് ന്യൂസ് പേപ്പർ ഹെഡിങ്. അല്ലെങ്കിൽ കോമെൻട്രി. യെസ്. ഇപ്പോൾ ക്രിക്കറ്റ് കോമെൻട്രി ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വിരാട് കോഹ്ലി 6 അടിച്ചു എന്ന് നമ്മൾ പറയണ സമയത്തൊക്കെ അതൊരു കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ ആംപയർ അവിടെ നിന്നിട്ട് ക്രിക്കറ്റിൻ്റെ കോമെൻട്രി പറയുകയാണ്, ഇന്ന ആൾ ഔട്ടായി, അല്ലെങ്കിൽ എന്താണ് ഇന്ന ആൾ 6 അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇന്ന ആൾ ക്യാച്ച് ചെയ്തു, വോട്ട് എവർ ഇറ്റ് മേ ബി, അവിടെ ആ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ കോമെൻട്രി പറയുന്ന സമയത്ത്
ആ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ആ കാര്യം തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യമാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ന്യൂസ് പേപ്പറിൽ വരുവാണ്, അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ ന്യൂസ് പേപ്പറിൽ ഹെഡിങ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇന്ന ഷോപ്പ് അല്ലെങ്കിൽ ഇന്ന ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതൊരു ന്യൂസ് പേപ്പർ ഹെഡിങ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം അതൊരു കഴിഞ്ഞ കാര്യമാണ്. പാസ്റ്റിൽ നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ജനറലി പറയാറ്. ഈവൻ ദോ ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണ സമയത്ത്, അല്ലേ, കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ ന്യൂസ് പേപ്പർ ഹെഡിങ് അല്ലെങ്കിൽ കോമൻട്രി ഇവിടെയൊക്കെയാണ് നമ്മൾ ജനറലി നമ്മൾ സംസാരിക്കുമ്പം അങ്ങനെയല്ല. ഷീ ഡൈഡ് എസ്റ്റർഡേ, ഇന്നലെ അവൾ മരിച്ചുപോയി. ഷീ ഡൈഡ് അല്ലെങ്കിൽ ഹെർ മദർ ഡൈഡ് എസ്റ്റർഡേ, ഇന്നലെ അവളുടെ അമ്മ മരിച്ചുപോയി എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമാണ്. ജനറലി നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ ആ ഒരു കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു പോയ ടെൻസിലാണ്, പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ, ആ ന്യൂസ് പേപ്പറിൽ ഹെഡിങ് ആയിട്ട് വരുമ്പം അല്ലെങ്കിൽ കോമൻട്രി പറയണ സമയത്തൊക്കെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കാര്യം കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ആ കാര്യം പറയണേ. സോ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യും. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പം ഇന്ത്യ ലോഞ്ചസ് എ സാറ്റലൈറ്റ്. ഇന്ത്യ ലോഞ്ചസ് എ സാറ്റലൈറ്റ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. PM Modi inaugurates നമുക്ക് എന്ത് പറയാം? inaugurates the great function great function വേണ്ട. PM Modi inaugurates the new parliament. അല്ലേ, പുതിയ പാർലമെൻറ്റ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്? PM Modi ഇനോഗ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? കോഹ്ലി strikes six sixers in a row. Kohli strikes 6 sixers in a row. അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? താഴെ ഏറ്റവും ലാസ്റ്റ് കോമൻട്രി ആണ്. അതേപോലെ ആദ്യത്തേതൊക്കെ ന്യൂസ് പേപ്പർ ഹെഡിങ് ആണ്. ഇന്ത്യ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു, അല്ലെങ്കിൽ പുതിയ പാർലമെൻറ്റ് നമ്മുടെ PM Modi ഇനോഗ്രേറ്റ് ചെയ്തു. ഇങ്ങനത്തെ രീതിയിലുള്ള ഹെഡിങ്സ് ഒക്കെ എന്താണ്? ന്യൂസ് പേപ്പറിൽ വരുന്ന ഹെഡിങ്ങോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കോമൻട്രിയോ ആണ്. ക്രിക്കറ്റ് എന്നല്ല, ഇനി വോട്ടെവർ എന്തെങ്കിലും കോമൻട്രിയോ ആണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുവാണ്. ഇന്നലത്തെ കളിയിൽ കോഹ്ലി 6 അടിച്ചു, അല്ലെങ്കിൽ 10 സിക്സർ അടിച്ചു, 8 സിക്സർ അടിച്ചു, അല്ലെങ്കിൽ 100 റൺസ് സ്കോർ ചെയ്തു, അല്ലെ, സെഞ്ച്വറി ഹിറ്റ് ചെയ്തു. കോഹ്ലി ഹിറ്റ്സ് സെഞ്ച്വറി അയാൾ, അല്ലെങ്കിൽ കോഹ്ലി ഹിറ്റ്സ് ഡബിൾ സെഞ്ച്വറി, ഡബിൾ സെഞ്ച്വറി അയാൾ ഹിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജനറലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് ടെൻസിൽ യൂസ് ചെയ്യും? നമ്മൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞ ടെൻസിൽ യൂസ് ചെയ്യും, പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യും. പക്ഷേ ന്യൂസ് പേപ്പർ ഹെഡിങ് ആയിട്ട് വരുമ്പം അല്ലെങ്കിൽ കോമൻട്രി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏത് ടെൻസിൽ യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ഇനി നാലാമത്തെ കേസാണ് കേസ്. ഹിയർ ദയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. യെസ്, ഹിയർ ഓർ ദയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. യെസ്, നോക്കിക്കോളൂ. നമ്മുടെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഈ ഒരു റൂളിലേക്ക് പോണതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് പോണതിന് മുമ്പ്
ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് സെൻറ്റൻസ്, ഒരു ലാംഗ്വേജിലുള്ളത് സെൻറ്റൻസസ് ആണ്. 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. ഒന്ന് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒന്ന് എന്താണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. രണ്ടാമത്തത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഉണ്ട്. മൂന്നാമത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഉണ്ട്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഉണ്ട്. നാലാമത്തത് ഇംപെററ്റീവ് സെൻറ്റൻസസ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്സ് ഓഫ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ സെൻറ്റൻസസിനെ 4 മേജർ ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഡിക്ലറേറ്റീവ് ആണ്, ഒന്ന് എക്സ്ക്ലമേറ്ററി ആണ്, മൂന്നാമത്തത് ഇൻട്രോഗേറ്റീവ് ആണ്, നാലാമത്തത് ഇംപെററ്റീവ് ആണ്. സോ എന്താണ് ഡിക്ലറേറ്റീവ്? ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, ഐ ഗോ ടു സീ ഹിം ഓർ ഐ വിൽ ഗോ ടു അറ്റൻഡ് ദ പാർട്ടി. അത് ടെൻസസ് ഏതായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. ജനറലി നമ്മളൊരു ഐഡിയ, ഒരു ഇൻഫർമേഷൻ നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയണതിനെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ് എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഷോക്ക് തരുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് സർപ്രൈസിങ് ആയ രീതിയിലുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കാര്യം നടക്കുന്ന സമയത്തൊക്കെ അല്ലേ നമ്മൾ എന്താവും, യെസ്, നമ്മൾ സർപ്രൈസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഷോക്ക്ഡ് ആവും. ഒരു സ്ട്രോങ് ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്ട്രീംലി ഹാപ്പിയാണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി സാഡ് ആണ്, ഓർ വി ആർ സർപ്രൈസ്ഡ് ഓർ വി ആർ ഷോക്ക്ഡ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സ്ട്രോങ് ആയ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷനൊക്കെ കാണിക്കാൻ വേണ്ടി അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ഓൾവേസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു ഫുൾ സ്റ്റോപ്പിലാണ് നമ്മുടെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എൻഡ് ചെയ്യുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഓൾവേസ് എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. ഒരു ലൈനും അതിൻ്റെ താഴെ ഒരു ഡോട്ടും വയ്ക്കും. നമുക്ക് ഫോണിലായാലും ലാപ്ടോപ്പിലൊക്കെ ആയാലും നമുക്ക് കാണാൻ പറ്റും. ഈ സിമ്പിളിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണെങ്കിൽ നമ്മളവിടെ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക. ഇനി എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്? ഇൻട്രോഗേറ്റീവ് നമുക്കറിയാം, ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെൻറ്റൻസസിൽ ആ ടൈപ്പ്, വെർ ആർ യു ഗോയിങ്, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു, അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ യു, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് ക്വസ്റ്റ്യൻ ആയാലും, ഹൂ ഈസ് യുവർ ബ്രദർ, വാട്ട് ഈസ് യുവർ ഫാദർ, എന്ത് ക്വസ്റ്റ്യൻ ആയാലും ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണോ അതിന് നമ്മൾ ഇതിൽ ക്ലാസിഫൈ ചെയ്യും, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ ക്ലാസിഫൈ ചെയ്യും. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇനി എന്താണ് ഇംപെറേറ്റീവ് സെൻറ്റൻസസ്? ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അതൊരു റിക്വസ്റ്റ് ആവാം അല്ലേ, ആ വാതിലൊന്ന് തുറന്നു തരാമോ, അതൊരു റിക്വസ്റ്റ് ആവാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സജഷൻ ആവാം. എന്തെങ്കിലും ഒരു കാര്യം ഒരു സജഷൻ ഓർ അഡ്വൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കാര്യം ആരോടെങ്കിലും, യെസ്, നമ്മൾ ഒരു സജഷൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ പോയി നല്ലൊരു സിനിമയാണ്, നിങ്ങൾക്ക് ഒന്ന് പോയി കണ്ടു നോക്ക് എന്ന് പറയണതൊക്കെ സജഷനാണ്. ഓർ ഇഫ് യു ആർ അഡ്വൈസിങ് സംവൺ, സേ ഫോർ എക്സാമ്പിൾ, പ്ലീസ് ഫോളോ ഓൾ ദ ട്രാഫിക് റൂൾസ് അല്ലെ, ട്രാഫിക് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യൂ. അല്ലെങ്കിൽ പ്ലീസ് വിയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ ബൈക്ക് ഓടിക്കണ സമയത്ത് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുക. ഇതൊക്കെ ഒരു അഡ്വൈസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ സെൻറ്റൻസസിനെയൊക്കെ നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസസിൽ ക്ലാസിഫൈ ചെയ്യും. അഡ്വൈസ് ആവാം, സജഷൻ ആവാം, ഇനി അതല്ല കമാൻഡ് ആവാം. കമാൻഡ് ഓർ ഓർഡർ, ഒരാളെ നമ്മൾ കമാൻഡ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുവാണ്, യു ഷുഡ് ഡു ദാറ്റ് ഓർ യു ഷുഡ് ഗോ ദാറ്റ്, ഓപ്പൺ ദ ഡോർ, ഇങ്ങനെയുള്ളത് കമാൻഡ് ആണെങ്കിൽ നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ബ്രിങ് യുവർ ഫയൽസ് ഇമ്മീഡിയറ്റ്ലി, ഇപ്പം തന്നെ എല്ലാ ഫയൽസും കൊണ്ടുവരും. സോ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും കമാൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ അത്തരം സെൻറ്റൻസസിനെയാണ് നമ്മൾ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കണം. മനസ്സിലായല്ലോ? ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. ഇതാണ് നമ്മുടെ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഒന്ന് ഡിക്ലറേറ്റീവ് ആണ്. ജനറലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്, സംസാരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് എന്നുള്ളത് അല്ലേ, അതിലൊരു കാറ്റഗറിയിൽ. എക്സ്ക്ലമേറ്ററി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയ ഫീലിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ മൈ ഗോഡ്, ഐ വാസ് സർപ്രൈസ്ഡ്, ഓർ എന്താണ് ഹുറേ എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതൊക്കെ നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്തരം സെൻറ്റൻസസിനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്.
ഇനി ഇൻട്രോഗേറ്റീവ് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ആണ് നമ്മുടെ ഇൻട്രോഗേറ്റീവ്. ഇമ്പറേറ്റീവ് ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ സജഷനോ കമാൻഡ് ആവാം, ഓർഡർ ആവാം, അഡ്വൈസ് ആവാം അല്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്ലീസ് കം ഇൻ, യു മേ ഗോ നൗ എന്നൊക്കെ നമ്മൾ പറയണത് അല്ലേ. അതൊക്കെ റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ സജഷൻ ആണ്, കമാൻഡ് ആണ്, ഓർഡർ ആണ്. ഈ കാറ്റഗറിയിലുള്ള സെൻറ്റൻസസിന് നമ്മൾ ഇമ്പറേറ്റീവ് എന്ന് പറയും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. ആ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എവിടെയാണ്, എന്തിലാണ് ബിഗിൻ ചെയ്യേണ്ടത്? ഹിയർ ഓർ ദയറിൽ. ഒന്നെങ്കിൽ ഹിയർ ആയിരിക്കണം, അല്ലെങ്കിൽ ദയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഹിയർ കംസ് മൈ അങ്കിൾ. ഹിയർ കംസ് മൈ അങ്കിൾ. There goes the train. There goes the train. പിന്നെ നമുക്ക് എന്ത് പറയാം? യെസ്, ഇങ്ങനത്തെ രീതിയിലുള്ള ഹിയർ അല്ലെങ്കിൽ ദെയർ എന്നുള്ള ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. അതാ നോക്ക് അവിടെ വരുന്നു എൻ്റെ അങ്കിൾ, അല്ലെങ്കിൽ ഇതാ നോക്ക് ദാ ട്രെയിൻ പോണു എന്നൊക്കെ പറയണത് അല്ലേ. ഒരു എന്താ പറയുക, ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഷോക്ക്, ഒരു സഡൻ ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ പറഞ്ഞു. സ്ട്രോങ് ആയ ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ഒരു എക്സ്ക്ലമേഷനോട് കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്താണ് ഹിയർ കംസ് മൈ അങ്കിൾ, അല്ലെങ്കിൽ ഹിയർ ഗോസ് ദി ട്രെയിൻ, ദെയർ കംസ് മൈ പപ്പ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസസ് ഒക്കെ. അങ്ങനത്തെ സെൻറ്റൻസസിലൊക്കെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തെ കേസ് നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്തത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുമ്പം, ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം കമാൻഡ് ചെയ്യുമ്പം, ഓർഡർ ചെയ്യണ സമയത്തൊക്കെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? ബ്രിങ് ഓൾ ദ ഫയൽസ്. ബ്രിങ് ഓൾ ദ ഫയൽസ് ഇമ്മീഡിയറ്റ്ലി. ബ്രിങ് ഓൾ ദ ഫയൽസ് ഇമ്മീഡിയറ്റ്ലി. ഒരു ബോസ് അയാളുടെ സബോർഡിനേറ്റിനോട് പറയുവാണ് ബ്രിങ് ഓൾ ദ ഫയൽസ് ഇമ്മീഡിയറ്റ്ലി. ഒരു ഓർഡറാണ്, അല്ലെങ്കിൽ ഒരു കമാൻഡാണ്. സോ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്ലീസ് ക്ലോസ് ദി വിൻഡോ. പ്ലീസ് ക്ലോസ് ദി വിൻഡോ. ആ വിൻഡോ ഒന്ന് അടയ്ക്കുക. ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ഭയങ്കര വെയിലാണ്, അല്ലെങ്കിൽ ഭയങ്കര മഴയായിട്ട് ഊത്തടിക്കുകയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ആ വിൻഡോ സീറ്റിൻ്റെ അടുത്തിരിക്കുന്ന ആളോട് നമ്മൾ പറയുക പ്ലീസ് ക്ലോസ് ദ വിൻഡോ. ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ക്ലോസ്? നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്തത്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പം ഒരു സജഷൻ, ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ആസ് സൂൺ ആസ് പോസിബിൾ. ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലേ. അപ്പോൾ എത്ര പെട്ടെന്ന് പറ്റുന്നോ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ സജസ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അഡ്വൈസ് ചെയ്യുവാണ്. സോ ഹിയർ വി യൂസ് ദ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇവിടെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി ആറാമത്തെ കേസ്, ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. പക്ഷേ ആ ആക്ഷൻ്റെ ജനറലി നമ്മൾ ഫ്യൂച്ചർ ആക്ഷനിൽ നാളെ നടക്കാൻ പോണ കാര്യം, ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കാൻ പോണ കാര്യത്തിന് നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ പറയാറ്. പക്ഷേ ഒരു ഫ്യൂച്ചർ ആക്ഷൻ അറ്റ് എ സ്പെസിഫിക് ടൈം, നേരത്തെ നമ്മൾ തീരുമാനിച്ച ഏതെങ്കിലും ഒരു സമയത്താണ് ആ ഫ്യൂച്ചർ ആക്ഷൻ നടക്കാൻ പോണതെങ്കിൽ നമ്മൾ അതിനെ ഏത് ടെൻസിൽ യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യും. ദ മൂവി റിലീസസ്
on December 4th. The movie releases on 4th of this December. ഡിസംബറിൽ ഈ വരുന്ന ഡിസംബറിൽ 4-ാം തീയതി എന്താണ് മൂവി റിലീസാവും. അപ്പോൾ 4th ഡിസംബർ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ പോണ്. ഒരു കാര്യം ചെയ്യാം, 4th ഡിസംബർ 2024. 4th ഡിസംബർ 2024. 2024 ഡിസംബറിൽ 2024 ഡിസംബർ 4-ാം തീയതി നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒബ്വിയസ്ലി ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ ആക്ഷൻ ഒരു ഡിഫൈൻഡ് ആയ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ ഒരു ടൈമിൽ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? റിലീസസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ദ സെലിബ്രിറ്റി arrives at 2:30 p.m. 2:30 p.m. For the inauguration. അല്ലേ, ഒരാൾ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് 2:30 p.m. വരും. സോ അങ്ങനെ എക്സാക്റ്റ് ആയ ഒരു സ്പെസിഫിക് ആയ ഒരു ടൈം നമ്മൾ പറയുവാണെങ്കിൽ നമ്മളവിടെ ഏത് ഫ്യൂച്ചർ ആക്ഷൻ ആണ്, പക്ഷെ അതൊരു സ്പെസിഫിക് ടൈം ആണെങ്കിൽ നമ്മളവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്തു എന്താണ് ടെൻസസ് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഏതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, അതിലുള്ള 4 കേസസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അതിൻ്റെ നെയിംസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയി. ഏറ്റവും ആദ്യത്തെ ടെൻസായ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന ഫസ്റ്റ് കേസായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്തത് അല്ലേ. അതിൽ നമ്മൾ 6 കേസസ് നമ്മൾ ആദ്യം പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ വെർബിൻ്റെ ഫോർമാറ്റ് എന്താണ്, സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ 6 കേസസ് ഡിസ്കസ് ചെയ്തു. 1 by 1 ആയി നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് കേസിലേക്ക് പോകാം. ആദ്യത്തെ കേസ് എന്താണ്? ഹാബിച്വൽ ആക്ഷൻ ആണ്. എന്തെങ്കിലും ഒരു കാര്യം റെഗുലറായിട്ട് നടക്കുകയാണ് അല്ലെങ്കിൽ റെഗുലർ ഇൻ്റർവെൽസിൽ ആ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. രണ്ടാമത്തെ കേസ് എന്താണ്? ഒരു കാര്യം ഒരു ജനറൽ ഫാക്റ്റാണ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫാക്റ്റാണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്നൊക്കെ ഒരു നമ്മളല്ലേ ലോകം മുഴുവൻ നമ്മൾ അംഗീകരിച്ച് എന്താണ് അത്രയും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയും. ഇനി ന്യൂസ് പേപ്പർ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ കോമെൻട്രി ഒക്കെ പറയണ സമയത്ത് ആദ്യമായിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറിൽ നമ്മൾ ആ ഒരു ന്യൂസ് ഇടണ സമയത്ത് അല്ലെങ്കിൽ ഒരു കോമെൻട്രി പറയുമ്പം നമ്മൾ അവിടെ ഏത് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുക? കാര്യം കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും ദർ വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. നാലാമത് നമ്മൾ പറഞ്ഞു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആയിരിക്കണം. അവിടെ നമ്മൾ എന്താണ് ഹിയർ അല്ലെങ്കിൽ ദയർ ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക ദയർ കംസ് പപ്പ അല്ലേ, അല്ലെങ്കിൽ ഹിയർ ഗോസ് ദ ട്രെയിൻ, ഹിയർ ഗോസ് ദ മാൻ ഐ സോ യെസ്റ്റർഡേ, ഇന്നലെ കണ്ട മാൻ അതാ പോണു. അപ്പോൾ അങ്ങനെ നമ്മളൊരു എക്സ്ക്ലമേഷനോട് കൂടി അല്ലെങ്കിൽ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഒരു ഇമോഷനോട് കൂടി ഹിയർ അല്ലെങ്കിൽ ദയർ എന്ന് പറയുന്ന വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇംപറേറ്റീവ് സെൻറ്റൻസസിൽ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുമ്പം സജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വി ഓൾവേസ് യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ് ഒരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്, പക്ഷേ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ആയ ഒരു ടൈമിൽ അത് നടക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായോ? യെസ്. യെസ്. അപ്പം നമുക്കിനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസാണ് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ
ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമ്മൾ ഏതൊക്കെ കേസസിലാണ് അത് യൂസ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആവുമ്പം സബ്ജക്റ്റ് ഉണ്ടാവും,